ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു എക്സ്പ്രഷനാണ്. ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമില്ല എന്നൊക്കെ എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച്, ഇംഗ്ലീഷിലെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഓൾറെഡി ഒരു കാര്യം തീരുമാനിച്ചു, അതിന് ഇനി മാറ്റം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, മേക്കപ്പ് വൺസ് മൈൻഡ്. മേക്കപ്പ് വൺസ് മൈൻഡ് അതായത് ഒരു കാര്യം തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റില്ല എന്നുണ്ടെങ്കിൽ ഐ ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. ഐ ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ്. ഓക്കെ, അപ്പം നമ്മളത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് വെച്ചിട്ട് പറയാം എന്നുള്ളതാണ്. ഐ ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു ഗോ ടു ഓസ്ട്രേലിയ. I already made up my mind to study painting or to study any language, whatever you want to use, you can fit it in there. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു എന്നുള്ളതിന് പറയുന്നത് മേക്ക് വൺസ് മൈൻഡ്, മേക്കപ്പ് വൺസ് മൈൻഡ്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു സബ്ജക്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഹി ഓൾറെഡി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് to go to US, to go to China. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അത് ഏത് നല്ലൊരു എക്സ്പ്രഷനാണ്, ഏത് സിറ്റുവേഷനാണെങ്കിലും നിങ്ങൾക്കത് ഫിറ്റ് ആവുന്ന പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.